അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ രണ്ടാമത്തെ പത്തിലെ ആദ്യ രാവിലേക്ക് നാം ഇന്ന് പ്രവേശിക്കാനിരിക്കുകയാണ്. ഇന്നത്തെ ഈ രാവിലും ഈ പത്തുകളിലുമൊക്കെയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ദിക്റുകളും ദുആകളുമാണ് പറയുന്നത്. നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കണ്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട രൂപത്തിൽ ചെയ്താൽ, നമുക്കൊക്കെ ആത്മാർത്ഥമായി ചെയ്യാൻ സാധിച്ചാൽ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങളും ഖൈറുകളും കടന്നു വരാൻ കാരണമാകും. മാത്രമല്ല, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു വർഷം ആരംഭിക്കാനിരിക്കുകയാണ്. ഇസ്ലാമിക് കലണ്ടർ പ്രകാരമല്ല, ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ഡിസംബർ 31 അവസാനിച്ച് അടുത്ത ഒരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കാനിരിക്കുകയാണ്. ഈ സമയത്ത് ഈ വർഷം മുഴുവനും ദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള ഒരു ദിക്ർ, നമ്മളൊക്കെ ചൊല്ലുന്ന ദിക്റാണ്. ഇതൊന്നും കൂടെ ആത്മാർത്ഥമായിട്ട് ഈ വർഷത്തിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നമ്മൾ പകർത്തുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച ദിക്ർ കൂടെയാണ്. നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്ന്, ലക്ഷങ്ങൾ കടബാധ്യതയുള്ള കടങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്നൊക്കെ വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകുന്ന ഇസ്മാണ് ഒരു ദിക്റാണ്. നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കാം. അള്ളാഹു പഠിക്കാനും അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പരിശുദ്ധമായ റജബ് മാസം അള്ളാഹുവിലേക്ക് ചേർത്തി പറയപ്പെടുന്ന മാസമാണല്ലേ. റജബുൻ ഷഹറുല്ലാ വ ശഅബാനു ഷഹരി വ റമളാനു ഷഹറു ഉമ്മത്തി. അങ്ങനെയാണ്. റജബ് അള്ളാഹുവിൻ്റെ മാസം, ശഅബാൻ എൻ്റെ മാസം, മുത്തുനബി തങ്ങൾ പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ അതെൻ്റെ ഉമ്മത്തിൻ്റെ മാസമെന്ന്. അപ്പോൾ അള്ളാഹുവിലേക്ക് ഷഹറുല്ലാ, അള്ളാഹുവിലേക്ക് ചേർത്തി പറയപ്പെടുന്നൊരു മാസം കൂടെയാണ് റജബ് എന്ന് പറയുന്ന മാസം. വളരെ പവിത്രമേറിയ മാസമാണ്. നമ്മൾ ഒരു വർഷത്തിലെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് വളരെ സൗഭാഗ്യത്തോടു കൂടെ കടന്നു വരുന്ന 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ ഖദ്ർ ഉൾപ്പെടെ ഉൾക്കൊള്ളുന്ന റമളാൻ, ആ റമളാനിലേക്ക് നമ്മൾ തയ്യാറാക്കുന്ന മാസമാണ് റജബ് എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ തയ്യാറാകേണ്ട മാസമാണ് റജബ് എന്നുള്ളത്. നമ്മളത് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ റജബിൽ കൃത്യമായ രൂപത്തിൽ പ്ലാൻ ചെയ്ത് വന്നാലാണ് റമളാൻ നമുക്ക് നമുക്ക് കറക്റ്റ് യൂസാക്കാൻ വേണ്ടി കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും, ഓരോ ദിവസവും, ഓരോ സമയമൊക്കെ വളരെ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ റജബിൻ്റെ ആദ്യത്തെ 10 നമ്മൾ സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം എന്ന് പറയുന്ന വളരെ സവിശേഷമേറിയ ആ ഒരു തസ്ബീഹാണ് നമ്മൾ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇനി റജബിൻ്റെ രണ്ടാമത്തെ 10 നമ്മൾ ചൊല്ലേണ്ടുന്നത് സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ് എന്ന് പറയുന്നതാണ്. സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ്, സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ്, സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ് എന്നീ പറയുന്ന തസ്ബീഹാണ് ചൊല്ലേണ്ടത്. മൂന്നാമത്തെ 10 സുബ്ഹാനല്ലാഹിർ റഊഫ്, സുബ്ഹാനല്ലാഹിർ റഊഫ് എന്നാണ് നമ്മൾ ചൊല്ലേണ്ടത്. നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഒരു ആവർത്തി കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ റജബിൽ മുഴുവനായിട്ടും ചൊല്ലേണ്ട, ഏതു സമയത്തും ദുആ ചെയ്യേണ്ടതാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. അത്ര ദുആ ചെയ്താൽ മതി. അങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത്. ഇനി കുറേ ഇങ്ങനെ ദുആ ചെയ്യണമെന്നൊന്നുമില്ല. ദുആ ചെയ്തിട്ട് കുഴപ്പമില്ല. നമുക്ക് ആ ഒരു ഫലവും ആ ബറക്കത്തും ഒക്കെ ഈ ഒരു ദുആയിൽ എന്താ ഉള്ളത്? റജബ് എന്ന് പറയുന്ന ഈ ഒരു മാസം, എല്ലാ റജബുകളിലും വരാനിരിക്കുന്ന ശഅബാൻ മാസം, അത് കഴിഞ്ഞിട്ട് റമളാൻ മാസം, ഈ 3 മാസത്തെ ചുറ്റിപ്പറ്റിയുള്ളൊരു ദുആയാണത്. നമുക്ക് വേണ്ട കാര്യങ്ങളാണത് അല്ലേ. റജബിൽ നമുക്ക് ബറക്കത്തുണ്ടാകണം, ശഅബാനിൽ ബറക്കത്തുണ്ടാകണം, റമളാനിലേക്ക് എത്തണം. 3 കാര്യങ്ങളാണ് അതിലുള്ളത്. മുമ്പ് വിശദീകരിച്ചതാണ്. അപ്പോൾ ഈ ദുആ എപ്പോഴും ചൊല്ലിക്കൊണ്ടേയിരിക്കുക, ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുത്തുനബി തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ട്.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇമാമിങ്ങളൊക്കെ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് റജബ് മാസം പിറന്ന ആ നിമിഷം മുതൽ ഇന്നത്തെ ഈ നിമിഷം വരെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും 5 വഖ്ത് ഫർള് നിസ്കാരങ്ങൾക്ക് എവിടെ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നോ അവിടെയൊക്കെ പള്ളി മെഹ്റാബുകളിൽ നിന്ന് ഇമാമു ദുആ ചെയ്യുന്നുണ്ട്, മഅ്മൂമീങ്ങൾ ആമീൻ പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നിങ്ങൾ വീടകങ്ങളിലിരുന്ന് ഈ ദുആഇനെ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലഗ്നാ റമളാൻ എന്നുള്ളത് ചൊല്ലുക, അത് വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുക. രണ്ടാമത്തെ പത്തിൽ ചൊല്ലേണ്ട സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ്, സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ്. വേറൊന്നും കൂടെ ഉണ്ട്. നമ്മൾ നരകത്തിൻ്റെ തീ നമ്മുടെ തൊലിയെ സ്പർശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലേണ്ടുന്ന ഒരു ദുആ നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഓർമ്മയുള്ളവരൊന്ന് എഴുതി അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അതും നമ്മൾ ചൊല്ലേണ്ടതാണ്. അല്ലാഹു നമുക്ക് പഠിക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇനി നോക്കൂ, നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, ഈ വർഷം ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ഡിസംബർ 31 അവസാനിച്ച് ജനുവരി 1 ഒരു ന്യൂ ഇയറിലേക്ക് 2026 ആണ്ട് 2026 വർഷത്തിലേക്ക് നാം പ്രവേശിക്കാനിരിക്കുകയാണ് അല്ലേ. ലോകത്തൊരുപാട് സ്ഥലങ്ങളിൽ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് കള്ളിലും മദ്യത്തിലും ഒക്കെയായിട്ട് ധാർമ്മികത നഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിതം ഇന്നത്തെ രാത്രി കറക്റ്റ് ടൈം കൗണ്ട് ചെയ്തിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യുന്നവരുണ്ട്. നമുക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല, നമ്മളങ്ങനെ ചെയ്യേണ്ടവരുമല്ല. നമ്മളൊരു ഉത്തമമായ സമുദായത്തിൻ്റെ മാതൃക, ആ ഉത്തമമായൊരു മാതൃക പിൻപറ്റി ജീവിക്കുന്നവരാണല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം വിഷയങ്ങളിലേക്ക് പോകാതിരിക്കുന്നതോടുകൂടെ തന്നെ നമ്മുടെ മക്കൾ, നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഇത്തരം അധാർമികതയിലേക്ക് പോകുന്നതിനെ തൊട്ട് നമ്മൾ ബോധവാന്മാരായിരിക്കുകയും വേണം. ഞാനതൊന്നുമല്ല പറയുന്നത്, മറ്റൊരു സന്ദർഭത്തിൽ പറയാം. നമ്മൾ ഈ വർഷം തുടങ്ങുന്ന ഈ സമയത്ത് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഒരു കുഞ്ഞൻ ദിക്ർ, വളരെ ചെറുതാണ്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പകർത്താൻ സാധിച്ചാൽ ഈ വർഷം ഇനിങ്ങനെ സ്ഥിരമായിട്ട് ചൊല്ലുകയാണെങ്കിൽ ഈ വർഷം മുഴുവനും നമുക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാനും ഫിനാൻഷ്യൽ ക്രൈസിസ്, സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ ലഭിക്കാനും കടങ്ങൾ വീടാനൊക്കെ കാരണമാകുന്നുള്ളതാണ്. നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ ചൊല്ലുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്ന് എഴുതി അറിയിക്കണേ. പതിവായി ചൊല്ലുന്നവരുണ്ട്, എല്ലാ ദിവസവും ഇത് ചൊല്ലുന്നവരുണ്ട്. പലരും അത് പല സന്ദർഭങ്ങളിലും പല വീഡിയോസിന് താഴെ എഴുതി അറിയിക്കുന്നത് കാണുകയും ചെയ്തിട്ടുണ്ട്. ഇത് 100 തവണ ചൊല്ലിയാൽ ദാരിദ്ര്യം അവനെ പിടികൂടുകയില്ല. ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ അവനെ കുഫറിലേക്ക് വരെ നയിച്ചേക്കാവുന്നൊരവസ്ഥയാണ്. ദാരിദ്ര്യം കാരണമായിട്ട്, സാമ്പത്തിക പ്രതിസന്ധി കാരണമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കുന്ന അവസ്ഥ, അത് വല്ലാത്തൊരവസ്ഥയാണ്. അതിലേക്കൊക്കെ അള്ളാഹു നമ്മെ എത്തിക്കാതിരിക്കട്ടെ. ആത്മാർത്ഥമായിട്ട് ആമീൻ പറയും. അള്ളാഹുവിലുള്ള അർപ്പണബോധവും ദുആഉം കൃത്യമായ ഇബാദത്തും നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള ആത്മീയമായ വഴികളാണ്. ഇതിനർത്ഥം ജോലിക്ക് പോകണ്ടെന്നൊന്നുമല്ല, ജോലിക്ക് പോകണം, അതോടുകൂടെ തന്നെ ഇങ്ങനെയും കൂടെ ചെയ്യണം. ദിനം പ്രതി 500 തവണ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവന് ഒരിക്കലും ദാരിദ്ര്യമുണ്ടാകുകയില്ല എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ അനുഭവങ്ങളുണ്ട്. നമ്മൾ മുമ്പ് ഒരിക്കൽ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അല്പം പണവുമായിട്ട്, ക്യാഷുമായിട്ട് രോഗാവസ്ഥയിൽ കിടക്കുന്ന അബ്ദുല്ലാഹിബിന് മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് അവരുടെ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അറിഞ്ഞു വരികയാണ്. അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഒരു കുറച്ച് ക്യാഷ് കൊടുക്കാനുള്ള ഉദ്ദേശത്തിലാണല്ലോ വരുന്നത്. അപ്പോൾ മഹാനവറുകൾ പറയുന്നത് എന്താ, എൻ്റെ പെൺമക്കളോട് എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നബിതങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരാൾ രാത്രിയിൽ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ അവനൊരിക്കലും ദാരിദ്ര്യം ബാധിക്കില്ല എന്ന് തുർമുദിക്ക് റിപ്പോർട്ട് ചെയ്താൽ. അപ്പോൾ ഞാനങ്ങനെ ഓതാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് ക്യാഷിൻ്റെ ആവശ്യമില്ല, അത് അള്ളാഹ് നോക്കിക്കൊള്ളുന്ന ഒരു ആത്മവിശ്വാസമാണ്. അപ്പോൾ സൂറത്തുൽ വാഖിഅ നമുക്ക് പതിവാക്കാം. എല്ലാ ദിവസവും ഓതുന്നവരാണ് എങ്കിലും അത് പതിവാക്കാത്തവരോട്, അതിങ്ങനെ പതിവാക്കി കൊണ്ടുവരാൻ സാധിക്കാത്തവർക്ക് ചെയ്യാവുന്നതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന അങ്ങനെയാണ്, എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ അവന് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് ഹബീബായ തങ്ങളല്ലേ പറയുന്നത്.
സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യന്തിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാം പറയുന്നത്. മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ആ വീട്ടുകാർക്കും അയൽവാസികൾക്കും ദാരിദ്ര്യമില്ലാതിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എത്ര വലിയ ഗുണങ്ങൾ. അപ്പോൾ നമ്മൾ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ പറഞ്ഞ ചില അമലുകൾ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന അല്ലേ. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുക, ഇബാദത്ത്, ദിക്ർ, ദുആ, ഇങ്ങനെ ആത്മീയമായി നന്നായിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. അത് നമുക്ക് മാത്രമല്ല നമ്മുടെ അയൽപ്പക്കത്ത് താമസിക്കുന്നവർക്ക് വരെ അതുകൊണ്ട് ഗുണം ലഭിക്കും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. വരാനിരിക്കുന്ന ഈ വർഷം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഖൈറിൻ്റെയും ബറക്കത്തിൻ്റെയും വർഷമാകട്ടെ. അപകടങ്ങളില്ലാത്ത, രോഗങ്ങളില്ലാത്ത, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാത്ത, ഉണ്ടെങ്കിൽ അത് സഹിക്കാവുന്ന രൂപത്തിലുള്ള മനക്കരുത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള ആ ചിട്ട നമ്മുടെ ജീവിതത്തിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകട്ടെ. കഴിഞ്ഞ വർഷം റബ്ബ് നല്ല രൂപത്തിൽ നമുക്ക് ഭക്ഷണം നൽകി, ആവശ്യമുള്ളതെല്ലാം നൽകി. നമുക്ക് കൃത്യമായി അതിനെ തിരിച്ച് നന്ദി ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ വിചിന്തനം ചെയ്യേണ്ട നല്ല സമയങ്ങളാണ്. റജബ് മാസമാണ്. എല്ലാ ഖൈറാത്തുകളിലേക്കും മുന്നിട്ട് വരിക. അള്ളാഹു നമുക്ക് വലിയ ബറക്കത്ത് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.